ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സാധനം കൊണ്ടാണ് കേട്ടോ. എന്താണ് 5 രൂപേൻ്റെ ലേസ് ഉണ്ട്. അപ്പോൾ ഇതിക്ക് ആവശ്യമുള്ളത് ഒരു വല്യുള്ളിൻ്റെ ഒരു ചെറിയ പീസ്. അത് ഇങ്ങനെ കുനുകുനാനെ നിങ്ങൾ അരിഞ്ഞു വെക്കണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ. ഒരു ചെറിയ പീസ് കൊണ്ട് ഇത്രയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളത് മാറ്റിയെടുക്കണം കേട്ടോ. ഇനിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇടാൻ പോകുന്നത് വെള്ള മിച്ചറാണ് കേട്ടോ. ഇവിടെയൊക്കെ ഔലി മിച്ചർ എന്ന് പറയും. അപ്പോൾ അതിൽ ഒരു കടല ഞാനെടുത്ത് അങ്ങോട്ട് തിന്നു എൻ്റെ കൊതിയുണ്ടേ. പിന്നെ നമ്മളെ വല്യുള്ളിയാണ് വേണ്ടത്. അപ്പം നമ്മളെ ലേസും പാക്കറ്റ് കൊണ്ടുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. ലേസും പാക്കറ്റ് ആദ്യം തന്നെ ഒന്ന് അടിച്ചു പൊട്ടിച്ച, പക്ഷേ അതിൽ നിറച്ച് കാറ്റാണല്ലോ, അത് അടിച്ചു പൊട്ടിച്ചാൻ പറ്റൂല. അപ്പം അതിൻ്റെ തെല്ലൊന്ന് കീറി കൊടുത്ത് കണ്ട് നല്ലോണം കയ്യേറ്റൊന്ന് കുത്തി ഉടക്കട്ട. എല്ലാ ലേസും അതിലെ കുനുകുനാനെന്നുള്ള രൂപത്തിലാകണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കുണ്ടം പിന്നാണ് എടുക്കുക, ഒരു കുണ്ടം പാത്രം എന്നൊക്കെ പറയും. അപ്പം ഈ ലേസൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കുക. എല്ലാ ലേസും ചെറുതാക്കി ആക്കി എടുക്കണം കേട്ടോ. എൻ്റെ ഇതിൽ കുറച്ചൊക്കെ വലിയ കഷ്ണങ്ങളും ഉണ്ട്. എന്നിട്ട് നമ്മൾ കുനുകുനാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഇട്ട് കൊടുക്കട്ടോ, സവാള. പിന്നെ അതിന് ശേഷം നമ്മളെ വെള്ള മിച്ചർ, അതായത് ഔലി മിച്ചറും കൂടെ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടും മറിച്ചിട്ടും നമ്മളിങ്ങനെ കോരി ഒഴിക്കുക. എന്നിട്ട് ആദ്യത്തെ സ്പൂണ് നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ തിന്നാനിട്ട്. ഇനി നിങ്ങൾക്ക് 5 രൂപേൻ്റെ ലേസ് കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കെന്നല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. ഇത് ലേസിന് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും കൂടി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നല്ല രസമുണ്ട് തിന്നാൻ. മധുരവും ലേസിൻ്റെ ആ ഒരു ചായയും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലവ് ആൻഡ് ബൈ.